എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ഷംനാഥ് അബ്ദുൾ റഹീം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്കതിന്റെ ഡീറ്റെയിലേക്ക് ഒന്ന് കിടക്കാം. നമ്മളിപ്പോൾ സ്മാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ സ്മാർട്ട് വാച്ച് ധരിക്കണം എന്നൊന്നുമില്ല. നമ്മൾ ആൾറെഡി സ്മാർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വാച്ച് ധരിച്ചാലും സ്മാർട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ അൺബോക്സ് ചെയ്തിരിക്കുന്നത് കാസിയോയുടെ F91W എന്ന സീരീസ് വിൻറ്റേജ് കളക്ഷനിൽപ്പെട്ട വാച്ചാണ്. കാസിയോ എന്നുള്ള ഒരു ലേബൽ ഇതിൽ ടാഗ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ മറുവശത്തായി മോഡൽ നമ്പരും സീരിയൽ നമ്പരും കൊടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ആ ഒരു പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് കാസിയോ എന്നും കാഷിയോ എന്നും രണ്ട് രീതിയിലും പറയുന്നുണ്ട്. നൗൺ ആയത് കാരണം ഈ രണ്ട് രീതികളിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉച്ചരിക്കാവുന്നതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ ഇതിൻ്റെ മേക്കും സീരിയൽ നമ്പരും ആലേഖനം ചെയ്തിരിക്കുന്നു. നമുക്കിതിൻ്റെ ബട്ടണുകളെല്ലാം ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഡീറ്റെയിൽഡായുള്ള സെറ്റിങ്ങും സെറ്റപ്പിലേക്കും നമുക്ക് പിന്നീട് വരാം. നമുക്ക് വളരെ ഒതുക്കത്തിലും എളുപ്പത്തിലും ധരിക്കാൻ കഴിയുന്ന ഒരു മോഡലാണ് കാഷിയോയുടെ വിൻറ്റേജ് സീരീസിൽപ്പെട്ട ഈ F91W എന്നത്. ഡെയിലി യൂസിന് വളരെ റഫായി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ കൂടിയാണിത്. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്താണ് ഈ ഒരു മോഡൽ ഉപയോഗിച്ചിരുന്നത്. ഒരുപാട് വർഷത്തിന് ശേഷമാണ് തിരിച്ച് വീണ്ടും ഈ ഒരു മോഡൽ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. കാഷിയോ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് 1946-ലാണ്. 1974-ലാണ് ഡിജിറ്റൽ വാച്ച് എന്ന് പറയുന്ന ആ ഒരു സാങ്കേതിക വിദ്യ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ 70 കാലങ്ങൾ മുതൽ ഇതുവരെ നിരവധി അപ്ഡേഷൻസ് ആണ് കാഷിയോ ഡിജിറ്റൽ വാച്ചുകളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്നത് കാഷിയോയുടെ ഒരു വാച്ചാണ്, എഡിഫസ് സീരീസിലുള്ളത്. ഇത് ഏകദേശം ഒരു 10 വർഷത്തോളം ആകുന്നുണ്ട് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാച്ച് സൗദി അറേബ്യയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് കാസിയോയുടെ എഡിഫസ് സീരീസിൽപ്പെട്ട ക്രോണോഗ്രാഫ് കാറ്റഗറിയിൽപ്പെട്ട വാച്ചാണ്. അപ്പോൾ കാഷിയോയുടെ ആ ഒരു ഡിജിറ്റൽ വാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വിൻറ്റേജ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മളിന്ന് ഇവിടെ അൺബോക്സ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് വർഷത്തിന് ശേഷമാണ് തിരിച്ച് വീണ്ടും ഈ ഒരു മോഡൽ എൻ്റെ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു വിൻറ്റേജ് കളക്ഷൻ വീണ്ടും ഒന്ന് അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഈ ഒരു വേരിയന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാച്ച് ഒന്ന് ധരിച്ചു നോക്കാം. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണിത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള മെയിൻ ബട്ടണിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാസിയോ എന്നുള്ള ആ ഒരു ലേബൽ കാണിക്കുന്നതാണ്. ഇതിൽ നിന്നും സാധനം ഒറിജിനലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന് ബാക്ക് ലൈറ്റിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതി. നേരത്തെ ഇതൊരു ആംബർ കളർ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഇത് ഗ്രീൻ കളറിലാണ് ബാക്ക് ലൈറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. നമുക്കിതിൽ ടൈം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഒന്ന് നോക്കാം. നമുക്ക് സെറ്റ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് 1:25 അത് PM-ലാണ്. അപ്പം ആ ഒരു PM മോഡിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുശേഷം അവറും മിനിറ്റ്സും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു വാച്ച് വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ആവശ്യമുള്ളവർക്ക് അതിൽ കയറി സെർച്ച് ചെയ്ത് വാങ്ങാവുന്നതുമാണ്. വില എന്ന് പറയുന്നത് വെറും 1100 രൂപ മാത്രം.
ഈ ഒരു കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന വിൻറ്റേജ് കാറ്റഗറിയിൽപ്പെട്ട ഈ ഒരു വാച്ചിന് ഇത്രയേറെ ഫങ്ഷൻ ഉള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ ടൈം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഡേറ്റിൻ്റെ സെറ്റപ്പിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് വരുന്നത് മന്താണ്. അപ്പോൾ അതിൽ ഡിസംബർ എന്നുള്ള ആ ഒരു 12 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡേ ആണ് സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 3 ആണ്. അപ്പോൾ അതുകൊണ്ട് ആ 3 വരത്തക്ക രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഡേറ്റിന് ശേഷം നമ്മൾ ഡേ ആണ് പിന്നീട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ ആണ്. അപ്പോൾ ആ ട്യൂസ്ഡേ വരത്തക്ക രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ ക്ലിക്ക് ചെയ്ത് ടൈം സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ 1:26 PM എന്നുള്ളതും ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണ്, ഡിസംബർ 3 എന്നുള്ളതും നമുക്കിതിൽ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നീടുള്ളത് അലാറത്തിൻ്റെ ഫങ്ഷൻ കീയും അതുപോലെ തന്നെ സ്റ്റോപ്പ് വാച്ചിൻ്റെ ഫങ്ഷൻ കീയുമാണ്. ഇതിലെടുത്ത് പറയേണ്ടത് സിംഗിൾ ടച്ചിൽ നമുക്ക് 24 hours ഫോർമാറ്റിലേക്ക് ടൈമിനെ കൺവെർട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഈ ഒരു ബ്ലാക്ക് ബ്ലൂ കളർ കോമ്പിനേഷൻ തന്നെയാണ് നമുക്ക് ആ ഒരു വിൻറ്റേജ് കാറ്റഗറിയിൽ നിലനിർത്തുന്നത്. ഇതിൻ്റെ സ്ട്രാപ്പ് ആണെങ്കിലും ഹുക്കാണെങ്കിലും വളരെ ക്വാളിറ്റി ഉള്ള രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഉപയോഗിക്കാൻ വളരെ എളുപ്പവുമാണ്. ഇതിൻ്റെ ബോക്സിനോടൊപ്പം നമുക്കിതിൻ്റെ വാറണ്ടി കാർഡും യൂസർ മാനുവലും ലഭ്യമാണ്. 2 years ആണ് ഇതിന് കമ്പനി പറയുന്ന വാറണ്ടി. വാറണ്ടി കാർഡിൽ കാണുന്ന QR കോഡ് വെച്ച് നമ്മൾ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസത്തേക്ക് കൂടി എക്സ്റ്റൻഡഡ് വാറണ്ടി ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഷംനാദ് അബ്ദുൾ റഹീം സൈനിങ് ഓഫ്.